മുഖ്യമന്ത്രി വി ഡി സതീശൻ വിവിധ വിഷയങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ കള്ളാടിയിലെ തുരങ്കപാത ഇനി അതിന്റെ അപകട സാധ്യത പുനഃപരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണം പുനരാരംഭിക്കൂ എന്നുള്ളതാണ്. മറ്റു ചില വിഷയങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് വ്യക്തത വരുത്തുകയും മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം തത്സമയം ചേരുന്നു. സെയ്ഫ്, ഈ കള്ളാടി പാതയുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ നൽകുന്ന വ്യക്തത എന്താണ്? ആ തുരങ്കപാതയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ രണ്ട് തരത്തിലുള്ള പരിശോധന നടത്താനാണ് നിലവിൽ നിഷാദ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, സാങ്കേതികമായ നിയമപരമായും അതിനകത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ മണ്ണ് മാറ്റുന്നതിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പരിശോധന. രണ്ടാമത്തേത്, കർശനമായ നിബന്ധനകളോട് കൂടിയാണ് കേന്ദ്ര സർക്കാർ ആ തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയത്. ആ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ ആ കമ്പനിക്ക് എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നു. അത് പുനഃപരിശോധിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ഉന്നയിച്ചിരുന്നു. അങ്ങനെ അതിന് അദ്ദേഹം നൽകിയ മറുപടി അത് ഒരു കൃത്യമായ മറുപടിയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ വായിച്ചെടുത്താൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ആ പദ്ധതി അത് പരിശോധനകൾ പൂർത്തിയാക്കട്ടെ. എന്തായാലും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ താൻ വിമർശനം ഉന്നയിച്ചപ്പോൾ തനിക്കെതിരെ വ്യാപകമായ പരിഹാസമാണ് CPM സൈബർ ഹാൻഡിലുകൾ അടക്കം നടത്തിയത്. അത് അവിടെ ഒരു ഫ്രജൈലായ മേഖലയാണ്. ആ മേഖലയിൽ മണ്ണ് വീഴുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് താൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ തന്നെ പരിഹസിച്ചു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിർണായക തീരുമാനം രണ്ട് തരത്തിലുള്ള പരിശോധന ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള നിലപാട് കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുകയാണ് നിഷാദ്.